പ്രിയ സുരേഷ്, ബി.ജെ.പി വിഷയത്തിൽ എവിടെ നിൽക്കുന്നു? നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആ യാത്ര നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ബി.ജെ.പി കരുതിയായിരുന്നു. നിങ്ങൾക്ക് ഒരു കാഴ്ചക്കാരന്റെ റോളാണോ ഈ വിഷയത്തിൽ? സ്മൃതിയോട് ആരാ പറഞ്ഞത് കാഴ്ചക്കാരൻ്റെ റോളാണെന്ന്? കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചും അതോടൊപ്പം തന്നെ കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നലെ രക്ഷിക്കാൻ വന്ന DYFIക്കാർ രക്ഷപ്പെട്ടു ഓടുന്നത് കൊല്ലത്ത് യുവമോർച്ചക്കാർ കേരളത്തിന് കാണിച്ചു കൊടുത്തു. യൂത്ത് കോൺഗ്രസ്സുകാരോട് കാണിക്കുന്നത് പോലെ യുവമോർച്ചക്കാരോട് വന്നാൽ എങ്ങനെയാണ് DYFIക്കാരെ രക്ഷപ്പെടുത്തുന്നത്, അവർക്ക് ജീവനും കൊണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്നുള്ള വിദ്യയാണ് ഇന്നലെ യുവമോർച്ചക്കാർ കൊല്ലത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ ഇളിഭ്യനാക്കുന്ന, പിണറായി വിജയൻ്റെ യാത്രയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ശരീരം മുഴുവൻ വെള്ളയടിച്ചുകൊണ്ട് പോലീസിൻ്റെ എല്ലാ പ്രതിരോധങ്ങളെയും ലംഘിച്ചുകൊണ്ട് വളരെ പ്രതീകാത്മകമായിട്ട് ഒരു സമരം നടത്തിയതും ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ കേരളത്തിൽ 1500-ൽ പരം വരുന്ന സ്ഥലങ്ങളിൽ ഈ പിണറായി വിജയൻ്റെ ദുർഭരണത്തിനും ഈ യാത്രയുടെ അർത്ഥശൂന്യതയെയും സംബന്ധിച്ച് 1500 കേന്ദ്രങ്ങളിൽ ജനപഞ്ചായത്തുകൾ നടത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ആണ് അത് പൂർത്തിയായത്. അപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. സമരവുമായിട്ടും അതോടൊപ്പം തന്നെ പ്രതിരോധങ്ങളുമായിട്ടും ജനകീയ മുന്നേറ്റങ്ങളായിട്ടും ജനങ്ങൾക്കിടയിൽ തന്നെ കേരളത്തിൽ BJP ഉണ്ട് എന്നുള്ള കാര്യം സ്മൃതി അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവിടെ ജനകീയ സർക്കാർ ജനങ്ങൾക്കൊപ്പം എന്നതാണ് നമ്മുടെ വസീഫിൻ്റെ പാർട്ടിയുടെ നേതാവിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും പിണറായി വിജയനിൽ നിന്നും കൈവിട്ടു പോയിരിക്കുകയാണ്. ഇന്ന് നരാധമന്മാരുടെ സർക്കാർ ക്രിമിനലുകൾക്കൊപ്പം എന്നതായിരിക്കുന്നു നവകേരള യാത്രയുടെ മുദ്രാവാക്യം. പിണറായി വിജയൻ തന്നെ 1969 ഒരു കൊലപാതക കേസിലെ പ്രതിയായ പിണറായി വിജയൻ എന്ന് പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നേതാവ് കേരളത്തിൽ ക്രിമിനലുകളോടൊപ്പം നടത്തുന്ന ഒരു നരാധമന്മാരുടെ യാത്രയായിട്ട് കേരളത്തിൻ്റെ നവകേരള യാത്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നരാധമന്മാർക്ക് പിന്തുണയുമായിട്ട് ക്രിമിനൽ സംഘം കൂടെയുണ്ട്. അതേസമയത്ത് ജനകീയ സർക്കാർ ജനങ്ങൾക്കൊപ്പം എന്ന പിണറായി വിജയൻ്റെ മുദ്രാവാക്യം ജനകീയ ഗവർണർ ജനങ്ങൾക്കൊപ്പം എന്ന നിലയിലേക്ക് കേരളത്തിൽ തിരുത്തിയെഴുതപ്പെട്ടിരിക്കുന്നു. അത് ഈ കേരളം ഇന്ന് നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മിഠായി തെരുവിലും മാനാഞ്ചിറ എന്താണ് സ്മൃതി, അതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിക്കുക? കേരളം മുഴുവൻ ഗവർണർക്കൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. അതെ, അത് ഞാൻ പറയാം. അതാണ് കോഴിക്കോട്ട് മിഠായി തെരുവിലും മാനാഞ്ചിറ മൈതാനിയിലും ഒക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെയുള്ളവർ ആയിരക്കണക്കിന് ആൾക്കാർ ഗവർണറുടെ മുമ്പിൽ കാണിച്ച ആ സൗഹൃദവും ബഹുമാനവും സ്നേഹവും കാണിക്കുന്നത് ഈ കേരളത്തിൽ ജനകീയ ഗവർണർ ജനങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യമാണ്. അതേസമയം കേരളം എപ്പോഴും അങ്ങനെയല്ലല്ലോ. ട്രെയിനിനകത്ത് ബോംബ് പൊട്ടുന്ന കേരളം കൂടിയല്ലേ ഈ കേരളം. മനുഷ്യനെ കൊന്നു തിന്നുന്ന മനസ്സിലാക്കം മാറ്റിക്കൊടുത്തതാണ് കോഴിക്കോട്ടെ ജനങ്ങൾ. അതെ, പക്ഷേ ഈ സമാധാനം നിലനിൽക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് 2500 പോലീസുകാരന്മാരുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു കാലത്ത് വസീഫും കൂട്ടരും പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ എന്ന് വിളിച്ച 2500 പുല്ലിൻ്റെ പിന്തുണയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ നടക്കാൻ പറ്റുമോ ഇന്നത്തെ ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗവർണർ ജനങ്ങളുടെ ഇടയിലേക്ക് പോലീസിനോട് മാറി നിൽക്കാൻ പറഞ്ഞ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മാറ്റിയിട്ട് എൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടുത്തെ ജനങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാത്ത ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയാത്ത വാളുകൾക്കിടയിലൂടെ നടന്നു എന്ന് കേമത്വം പറയാത്ത ആ ഗവർണർ ഈ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിച്ച് മാനാഞ്ചിറം മൈതാനിയിലേക്ക് ഒരു സായം സന്ധ്യയിൽ പോയി ആയിരക്കണക്കിന് ജനങ്ങളുമായിട്ട് ഇടപെട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ചുംബിച്ച് കടകളിൽ കയറി അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കഴിച്ച് അങ്ങനെ നടന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു,
ഇവിടെ ജനകീയ കോമൻ എന്ന് അങ്ങനെ നടന്ന പറയുന്ന അദ്ദേഹം പിണറായി എന്താണ് വിജയന് പ്രൂവ് ചെയ്തത്? ഏതെങ്കിലും സെനറ്റിലേക്ക് കേരളത്തിന്റെ ABVP ഏതെങ്കിലും പ്രവർത്തകരെ തെരുവീഥികളിൽ സെനറ്റിലേക്ക് ABP പ്രവർത്തകരെ കയറ്റിയത് വളരെ ശരിയായ നടപടിയാണെന്നാണോ? അതിനുള്ള പിന്തുണയാണോ കോഴിക്കോട് മിഠായി തെരുവിൽ കണ്ടത്? അതാണോ താങ്കളുടെ വ്യാഖ്യാനം? സ്മൃതി ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഊഴത്തിൽ തന്നെ എന്നെ കയറി എതിർക്കേണ്ട വല്ല ആവശ്യവും സ്മൃതിക്കുണ്ടോ? ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കൊണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഞാൻ പറഞ്ഞു വന്നതിന്റെ ഫ്ലോ നശിപ്പിക്കണമെന്ന് സ്മൃതിക്ക് അവസാനമായപ്പോഴേ ഞാൻ പ്രതികരിച്ചുള്ളൂ. താങ്കൾ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ ഇത് കേരളത്തിലെ ജനകീയനായിട്ടുള്ള ഗവർണർ ജനങ്ങൾക്കിടയിലേക്ക് സധൈര്യം ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടുത്തെ പിണറായി വിജയൻ സഖാവിനെ വെല്ലുവിളിക്കുന്നു. റെഡ് വോളണ്ടിയേഴ്സിന്റെയും ക്രിമിനലുകളുടെയും ഗുണ്ടകളുടെയും 2500 പോലീസിന്റെയും ചുറ്റും നിർത്തിയിട്ടല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള തൻ്റെ ഇടവും ആർജവും ധൈര്യവും അതിനുവേണ്ടിയുള്ള മാനവികതയും പിണറായി വിജയൻ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതിന്ന് കേരളത്തിലുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ചോദ്യമുണ്ടല്ലോ കാവ്യവത്കരണത്തെ ഇനി നിങ്ങളുടെ ചോദ്യമുണ്ടല്ലോ. ഇവിടെ വസീഫ് ഉൾപ്പെടെ പറഞ്ഞു ഇവിടെ SFI എന്തൊക്കെയോ സമരം ചെയ്യുന്നു എന്ന്. എന്റെ വസീഫെ, SFIയുടെ സമരം എത്രയിടത്തോളം കോപ്രായങ്ങളും കോമാളിത്തരവുമാണ് SFIയുടെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നതെന്ന് വസീഫെങ്കിലും മാറി നിന്ന് ചിന്തിച്ചാൽ വസീഫിന് മനസ്സിലാവും. നിങ്ങളുടെ സമര നായകനാരാ? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? ആ സംസ്ഥാന സെക്രട്ടറിയല്ലേ ഒരു വനിതാ സഖാവിനെ ഗർഭമുണ്ടാക്കി കൊടുക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ നീചനല്ലേ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി? ആ സംസ്ഥാന സെക്രട്ടറി ഒരു 307 കേസിൽ കൊലപാതക ശ്രമക്കേസിൽ പിടികിട്ടാ പ്രതിയല്ലേ? ആ പിടികെട്ട പ്രതിയായിട്ടുള്ള അവനെയല്ലേ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പോലീസുകാർ മോനെ മക്കളെ നിന്നെ ഞാൻ കൊണ്ടുപൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് കോമാളിത്ത വേഷത്തിൽ കൊണ്ടുപോകുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെയല്ലേ? ഇങ്ങനെയുള്ള കോമാളിത്തങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇതാണ് വിദ്യാഭ്യാസ സമരത്തിന്റെ ആവേശം എന്നൊക്കെ പറയാവുന്ന ഗതികേടിലേക്ക് വസീഫിനെ പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കൾ അതപ്പതിച്ചോ എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. ഗവർണർക്ക് മിഠായി തെരുവിൽ നടന്നതുപോലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയാണ് BJPയുടെ ഭാഗത്ത് വരുന്നത്. ശ്രീ വി വസീഫ്, അല്ല നമുക്ക് ഈ ബാക്കി മറ്റേ വിഷയങ്ങളൊന്നും സ്മൃതി ഇവിടെ തുണ്ടുവച്ചെഴുതാനും വാഴക്കുല ഗവേഷണം നടത്താനും സഖാക്കന്മാരുടെ ഭാര്യമാരെ അസിസ്റ്റന്റ് പ്രൊഫസറാക്കാനും കമ്മ്യൂണിസ്റ്റ് വേതാളങ്ങളെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പിടിച്ചിരുത്തി തകർക്കുന്നതുമാണോ SFIയുടെ രീതി? ഇത് വച്ചു പൊറിപ്പിക്കാൻ ഗവർണർ അനുവദിക്കില്ല. ഈ രാജ്യത്ത് ഇനി മാർക്സിസ്റ്റ് കോമാളിത്തം ഇവിടുത്തെ സർവകലാശാലയും നടത്താൻ അനുവദിക്കില്ല. സർവകലാശാലകൾ നിങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത്. സുരേഷ്, താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.